ഇന്ന് തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു നടിമാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് കീർത്തി സുരേഷ്. ബാലതാരമായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച നടി പിന്നീട് തമിഴകത്താണ് ഒരുപാട് സിനിമകളിലൂടെയും ഹിറ്റുകളിലൂടെയും ഇന്ന് പ്രേക്ഷക ശ്രദ്ധ നേടി വലിയൊരു താരമായി മാറിയത്. പിന്നീട് ബോളിവുഡിലും തെലുങ്കിലും ഒക്കെ അഭിനയിച്ച് ഇന്ന് ഒരുപാട് പേരുടെ ഇഷ്ടതാരമായി മാറിയിരിക്കുകയാണ് കീർത്തി സുരേഷ്. എന്നാൽ ഉയർന്ന പ്രതിഫലം കാരണം ടോളിവുഡിൽ നടിക്ക് അവസരം കുറയുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇതേ ഗതി തന്നെയാണ് നയൻതാരയ്ക്കും. 10 കോടി രൂപയൊക്കെ നയൻതാര ചോദിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് സിനിമകളിൽ നിന്നുമാണ് നയൻതാരയെ ഒഴിവാക്കിയത്. അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ കീർത്തി സുരേഷിനും. നിരവധി യുവതാരങ്ങൾക്കൊപ്പം കീർത്തിയെ നായികയാക്കാനുള്ള പ്രോജക്റ്റുകൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും 2.25 കോടി എന്ന താരത്തിന്റെ പ്രതിഫലം താങ്ങാനാകുന്നില്ല എന്നാണ് ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ചിരഞ്ജീവിയെ പോലത്തെ വലിയൊരു താരത്തിന്റെ സിനിമയിൽ അത് അത്ര വലിയ പ്രതിഫലമല്ല എന്ന് പറയുന്നവരുമുണ്ട്. കൂടാതെ നിരവധി പരസ്യ ചിത്രങ്ങൾക്കും അതുമാത്രമല്ല 30 ലക്ഷം വരെയാണ് ഓരോ പരസ്യത്തിനായി ഈടാക്കുന്നതെന്നും വാർത്തകളുണ്ട്. സോഷ്യൽ മീഡിയയിലും ജനപ്രീതിയുള്ള നടിയാണ് കീർത്തി സുരേഷ്. ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് പോലും കീർത്തി സുരേഷ് വാങ്ങുന്നത് ഏകദേശം 25 ലക്ഷത്തിൽ രൂപയിലധികമാണെന്ന് പറയുന്നു. വെറും ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ പ്രശസ്തയായ അമല ഷാജി പോലും 30 സെക്കൻഡിന് 2 ലക്ഷം രൂപ ചോദിക്കുന്നില്ലേ? പിന്നെയാണോ കീർത്തി സുരേഷിന് ഇത്രയുമധികം സിനിമകളും ഇത്രയും ആരാധകരുള്ള കീർത്തിക്ക് 25 ലക്ഷം രൂപ ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നവരുമുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നതെന്ന് താഴെ ഒന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.